അക്കൗണ്ടന്റുമായ കെ.സി. ജോസഫ് വർഗീസ്. കാർഷിക ഭൂമി വിറ്റ് ലഭിക്കുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ടോ എന്നുള്ളത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സംശയമാണ് ശ്രീ സിറിയക് വി.ജി. മസ്കറ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. നാട്ടിലുള്ള കൃഷിഭൂമി 15/9/2010 35 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. ലഭിക്കുന്ന പണം പുതിയ സ്ഥലം വാങ്ങുന്നത് വരെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമൂലം എന്തെങ്കിലും നികുതി പ്രശ്നങ്ങളുണ്ടാകുമോ എന്നാണ് ചോദ്യം. പഞ്ചായത്തുകളിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക ഭൂമി വിറ്റ് കിട്ടുന്ന ലാഭത്തിന് സാധാരണഗതിയിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് ബാധ്യതയില്ല. നഗരങ്ങളിലും കേന്ദ്ര സർക്കാരിനാൽ പ്രത്യേകം പ്രഖ്യാപിതമായ പ്രാന്തപ്രദേശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന കാർഷിക ഭൂമികൾക്ക് നികുതി ബാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയാം. കൊച്ചിയിലാണെങ്കിൽ മരട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക ഭൂമികൾ വിറ്റ് കിട്ടുന്ന ലാഭത്തിന് നികുതി ബാധ്യതയുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് വ്യക്തമാക്കാത്തത് കൊണ്ട് ഇതിന് നികുതി ബാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ മറുപടി പറയാം. താങ്കളോ താങ്കളുടെ മാതാപിതാക്കളോ കാർഷിക ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന ഭൂമിയാണെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന ലാഭം 2 വർഷത്തിനുള്ളിൽ മറ്റൊരു കാർഷിക ഭൂമി വാങ്ങുന്നതിനായി വിനിയോഗിച്ചാൽ പൂർണ്ണമായിട്ടും നികുതി ഇളവ് കിട്ടും. കുറച്ചേ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ പ്രൊപ്പോർഷനായിട്ടുള്ള നികുതി ഇളവേ കിട്ടുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ കിട്ടുന്ന പണം ഈ വർഷത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായ 31/7/2011 ഇങ്ങനെ വാങ്ങൽ നടത്തുന്നില്ല എങ്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 1988 ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപം നടത്തണം. ഇതിൽ നിന്നും കാർഷിക ഭൂമി വാങ്ങാൻ മാത്രമായി പണം പിൻവലിക്കണമെന്ന് നിബന്ധനയുണ്ട്. നിക്ഷേപത്തിൽ ഏത് നിക്ഷേപത്തിനാണെങ്കിലും ബാങ്കിലായാലും ഈ പുതിയ സ്കീം പ്രകാരമുള്ളതിലായാലും ആ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് നികുതി ബാധ്യതയുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അടുത്ത ചോദ്യം വിപിൻ ചെന്നൈയിൽ നിന്നാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡേ ട്രേഡിംഗ് നടത്തി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് സ്പെക്കുലേഷൻ ബിസിനസ് എന്ന നിലയിലാണോ ആദായ നികുതിക്ക് വിധേയമാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഷെയറുകളിലും മറ്റും ഡേ ട്രേഡിംഗ് നടത്തിയാൽ ഉണ്ടാകുന്ന വരുമാനം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ഗണത്തിൽപ്പെടുത്തി നികുതി നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡിംഗ് നടത്തിയാൽ പ്രസ്തുത വരുമാനം ഒരു ഊഹക്കച്ചവടം എന്ന നിലയിൽ സ്പെക്കുലേഷൻ വരുമാനമായി പരിഗണിച്ച് സാധാരണ വരുമാനത്തോടു കൂട്ടി സാധാരണ സ്ലാബ് നിരക്കിലാണ് നികുതി നൽകേണ്ടത്. ആദായ നികുതിയെ സംബന്ധിച്ച് കൂടുതൽ പരിഭ്രാന്തിയുള്ളത് മുതിർന്ന പൗരന്മാർക്കാണെന്ന് തോന്നുന്നു. ഡോക്ടർ തോമസ് മത്തായി ന്യൂ മുംബൈയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. മുതിർന്ന പൗരന്മാർ ആദായ നികുതി എപ്പോൾ എങ്ങനെ നൽകണം, പരിധി എത്രയാണ്? പിന്നെ ചോദിച്ചിരിക്കുന്നത് മക്കൾ പുറത്തു നിന്നും വസ്തു വാങ്ങുന്നതിനായി 10 ലക്ഷം രൂപ അയച്ചാൽ അതിന് നികുതി ബാധ്യതയുണ്ടോ എന്നാണ്. 65 വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് ഇപ്പോൾ ബാധകമായ അടിസ്ഥാന ഒഴിവ് 2,40,000 രൂപയാണ്. അതിനുമേൽ 5 ലക്ഷം രൂപ വരെ 10% നിരക്കിൽ ആദായ നികുതി നൽകണം. 5 മുതൽ 8 ലക്ഷം രൂപ വരെ 20% നിരക്കിലും 8 ലക്ഷത്തിന് മേൽ 30% നിരക്കിലുമാണ് നികുതി. മൊത്ത നികുതി ഇങ്ങനെ കണക്കാക്കുന്ന മൊത്ത നികുതി എസ്റ്റിമേറ്റഡ് ഇൻകം 5,000 മേൽ വരികയാണെങ്കിൽ മുൻകൂർ നികുതി അഡ്വാൻസ് ടാക്സ് 3 തവണകളായി അടയ്ക്കേണ്ടതുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 15 മൊത്തം നികുതിയുടെ 30%, ഡിസംബർ 15 30%, മറ്റൊരു 30%, 2011 മാർച്ച് 15 ബാക്കിയുള്ള 40% എന്നിങ്ങനെയാണ് നികുതി അടയ്ക്കേണ്ടത്. വസ്തു വാങ്ങുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ പുറത്തു നിന്നും മക്കൾ അയക്കുന്ന 10 ലക്ഷം രൂപയ്ക്ക് യാതൊരു നികുതി ബാധ്യതയുമില്ല. ബാങ്ക് വഴി മാത്രം പണം സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മിൽ പലരും മക്കളെ പുറത്തയച്ച് വിദ്യാഭ്യാസം നടത്തുന്ന ഒരു പ്രവണത പരക്കെയുണ്ട്.
ഇമ്മാനുവൽ എ വാസ് ഓമാനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. മകൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്നതിനായി 15 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപമുണ്ട്. അതായത് ആ വിസ ലഭിക്കുന്നതിന് വേണ്ടി ഒരു കണ്ടീഷനായിട്ടാണ് 15 ലക്ഷം രൂപ ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. പലരിൽ നിന്നും സ്വരൂപിച്ച പണമാണ്. ഈ പണത്തിന് നികുതി നൽകണം. തീർച്ചയായും നിക്ഷേപത്തിന് നികുതിയില്ല. എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ വർഷത്തിൽ 1,60,000 രൂപയിൽ കൂടുതലാണെങ്കിൽ, ബേസിക് എക്സെപ്ഷനിൽ കൂടുതലാണെങ്കിൽ നികുതി ബാധ്യത വരും. ഇപ്പോഴത്തെ പലിശ നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് 1,60,000 രൂപ പലിശ കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ ബാങ്ക് അധികൃതർ TDS പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒഴിവാകാൻ മകനെ കൊണ്ട് ഫോം നമ്പർ 15H എന്ന ഫോം ഒപ്പിടുവിച്ച് ബാങ്ക് അധികൃതർക്ക് നൽകുക. അടുത്ത ചോദ്യം സുബ്രു SK ബാംഗ്ലൂരിൽ നിന്നാണ്. ഈ വർഷത്തെ റിട്ടേൺ സമർപ്പിക്കാൻ വിട്ടുപോയി, ഇപ്പോൾ സമർപ്പിക്കാമോ? തീർച്ചയായും സമർപ്പിക്കാം. നികുതി അടക്കാനുണ്ടെങ്കിൽ താമസം വന്ന ഓരോ മാസത്തിനും 1% നിരക്കിൽ പിഴ പലിശ സഹിതം പണമടച്ച് റിട്ടേൺ സമർപ്പിക്കുക. 31/3/2011 ഉള്ളിലും റിട്ടേൺ സമർപ്പിക്കുന്നില്ലെങ്കിൽ 5,000 രൂപ പിഴ നൽകേണ്ടി വന്നേക്കാം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. 1/4/2011 മുതൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചരക്ക് സേവന നികുതി അഥവാ GST സംസ്ഥാന സർക്കാരുകളുടെ ചില എതിർപ്പുകൾ മൂലം നീണ്ടുപോകുമോ എന്ന സംശയം നിലനിൽക്കെ തന്നെ കേന്ദ്ര സർക്കാർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. GSTക്ക് മുന്നോടിയായി ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇതിനുള്ള കരട് ബില്ലിൽ GST സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന വീറ്റോ അധികാരം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ രൂപീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന GST കൗൺസിലിൻ്റെ അധികാരങ്ങളും വെട്ടിക്കുറക്കാൻ നിർദ്ദേശമുണ്ട്. ഈ ഭേദഗതികൾ മൂലം സംസ്ഥാന സർക്കാരുകളുടെ പരാതികൾക്ക് ഒട്ടേറെ പരിഹാരമുണ്ടാകുമെന്നും നിശ്ചിത തീയതിക്ക് തന്നെ, അതായത് 1/4/2011 മുതൽ തന്നെ പുതുക്കിയ നികുതി സംവിധാനമായ GST നടപ്പിൽ വരുത്താനാകുമെന്നും ധനമന്ത്രി പ്രതീക്ഷിക്കുന്നു. ബിസിനസ് വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ മനോരമ ബിസിനസ് വീക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. പിൻകോഡ് 688-534.